ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ സ്റ്റഡി ഓഫ് ഷേപ്പേഴ്സ് ഓഫ് ഡെസ്റ്റിനി. ഇന്ന് നമ്മൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഇറ്റ് ഹാസ് ഗോട്ട് അനദർ നെയിം, ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മളുടെ പഠനം തുടങ്ങിയപ്പോൾ മുതൽ വി വർ ഡീലിംഗ് വിത്ത് ദീസ് ടേംസ്: പ്രീ ഇംഗ്ലീഷ്, ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ്. നമ്മുടെ ഹോൾ ബുക്കിൻ്റെ പഠനം തന്നെ ഈ 4 പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ പീരീഡുമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് അന്നുണ്ടായിരുന്ന അത് ഇംഗ്ലീഷിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ദ ലാംഗ്വേജ് ഓഫ് ദി ആംഗിൾസ്, അതാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ആദ്യത്തെ ഫോം. പിന്നീട് ഇംഗ്ലീഷിൽ വന്ന ഡെവലപ്മെൻറ്റ്സ് ഈ ആംഗ്ലോ സാക്സൺ പീരീഡിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളതായിരുന്നു, നോർമൻ പീരീഡിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ അതിൻ്റെ യുണീക്നെസ്സോടുകൂടി വി കൺസിഡർ ആസ് ഓൾഡ് ഇംഗ്ലീഷ്. ഇത് ആംഗ്ലോ സാക്സൺസിൻ്റെ അഡ്വെൻറ്റ് 450 AD ഏകദേശം, അതുമുതൽ നോർമൻ കോൺക്വസ്റ്റ് 1066 AD വരെയാണ് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. About the Anglo-Saxon culture, there were the minstrels. Minstrels എന്ന് പറയുന്നത് ഈ നാടോടികളായിട്ട് ഇങ്ങനെ പാട്ടുപാടി നടക്കുന്ന ആൾക്കാർ. മിക്കവാറും എല്ലാ സിവിലൈസേഷനിലും ഇതുപോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. സംടൈംസ് ദേ യൂസ് സം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ആംഗ്ലോ സാക്സൺ പീരീഡിൽ ഇവരുടെ നേരത്തെ നമ്മൾ ഇന്നലെ സൊസൈറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, ദ വില്ലേജ് ഹെഡ്സ്, അങ്ങനെ പ്രധാനപ്പെട്ട ഫാമിലീസ് ഉണ്ട്. പിന്നീട് അത് നോബിൾ ഫാമിലീസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. അവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള ചില മിനിസ്ട്രൽസ് ഉണ്ടാവും. നമുക്ക് പണ്ട് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ ആസ്ഥാന ഗായകരുള്ളതുപോലെ. അപ്പോൾ ഇവർക്ക് ദേ വിൽ ഹാവ് എ സെക്യൂരിറ്റി ഓഫ് ജോബ്. അവിടെ അവർ താമസിച്ച് ഇവരെ എൻ്റർടൈൻ ചെയ്യുക. ആൻഡ് ദേ വിൽ ബി സിംഗിങ് സോങ്സ്. മിക്കവാറും ഈ സോങ്സിൻ്റെ തീം എന്ന് പറയുന്നത് ഇവരുടെ ഹിസ്റ്ററി ആയിരിക്കും, ഇവരുടെ വാരിയേഴ്സിൻ്റെ കാര്യമായിരിക്കും. ആൻഡ് ദേ വിൽ ബി പ്രിസർവിങ് ദ മെമ്മറി ഓഫ് ദ റേസ് ത്രൂ ദീസ് സോങ്സ്. ആൻഡ് ദീസ് സോങ്സ് വർ കമ്മ്യൂണിക്കേറ്റഡ് ഓറലി. ആംഗ്ലോ സാക്സൺസിന് ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു ലിറ്റററി എലമെൻറ്റ് ആ റിട്ടേൺ സ്ക്രിപ്റ്റിൽ കാണുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ കൂടുതലും ഓറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ചൊല്ലി കേട്ട് പഠിച്ച് ഹൃദയസ്ഥമാക്കി അടുത്ത ജനറേഷന് കൊടുക്കുക, വേർഡ് ഓഫ് മൗത്തായിട്ട് കൊടുക്കുക. അങ്ങനെയായിരുന്നു ഈ പാട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകളുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദർ വിൽ ബി ദി ഈസ് ഓഫ് സിംഗിങ്, പാടാനായിട്ടുള്ള ഒരു നല്ല രീതി അതിനുണ്ടാവും. അതുപോലെ ദർ വിൽ ബി കോമ്പൗണ്ട് വേർഡ്സ്, അലിട്രേഷൻ. അലിട്രേഷൻ അതാണ് ഒരു സോർട്ട് ഓഫ് ഒരു ഫേസ്റ്റ് സൗണ്ട്, വേർഡ്സിൻ്റെ ഫേസ്റ്റ് സൗണ്ട് റൈം ചെയ്യുക. അപ്പോൾ ആ അലിട്രേഷൻ ആൾക്കാർക്ക് ഇത് മെമ്മറിയിൽ വെക്കാനായിട്ട് സഹായകരമാണ്. കോമ്പൗണ്ട് വേർഡ്സിൻ്റെ പ്രത്യേകത, ആംഗ്ലോ സാക്സൺ വൊക്കാബുലറി വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഒരു പുതിയ വേർഡ് വേണമെങ്കിൽ 2 വാക്കുകൾ കൂട്ടി യോജിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് വെസൽ, പാത്രം, വാട്ടർ, ഈ 2 വാക്കുകൾ അവർ കൂട്ടി യോജിപ്പിച്ച് വാട്ടർ വെസൽ എന്നൊരു വേർഡ് ഉണ്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം ബോട്ട് എന്നാണ്. കാരണം വെള്ളത്തിൽ ഒരു പാത്രം ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ബോട്ട് അവർ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് വേർഡ്സ്, അത് ആംഗ്ലോ സാക്സൺ വൊക്കാബുലറിയുടെ ഒരു അതിനകത്ത് വാക്കുകൾ വളരെ കുറവായതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ്. So these forms or techniques were used in Anglo-Saxon poetry and heroic deeds, tales of adventure. കാരണം ഇവരുടെ ഈ നോബിൾ ഫാമിലിയിലെ ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കാൻ ഇഷ്ടം. മിക്കവാറും അവരെ കുറിച്ചൊക്കെ തന്നെ, അവരുടെ പൂർവികരെ കുറിച്ചൊക്കെ തന്നെയുള്ള പാട്ടുകളായിരിക്കും. So these were the subjects of Anglo-Saxon literature, especially poetry. So now we focus on Anglo-Saxon poetry. റോമൻസ് ഇവിടെ ഉണ്ടായിരുന്ന കാലം മുതൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആംഗ്ലോ സാക്സൺസ് വന്നപ്പോൾ ഗ്രാജുവലി ക്രിസ്ത്യാനിറ്റി ഓൾസോ കെയിം. ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, അതിനെ ഇവർ അധികം ഡെവലപ്പ് ചെയ്തില്ല. പിന്നീട് പോപ്പ് ഗ്രീഗറി അയച്ച മിഷണറി ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു 6-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഈ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രത്യേകത, ദർ വിൽ ബി എ ബ്ലെൻഡ് ഓഫ് പാഗൻ ആൻഡ് ക്രിസ്ത്യൻ എലമെൻറ്റ്സ്, ഓർ ബോത്ത് ഫോംസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ക്യാൻ ബി പോസിബിൾ. നമ്മളിതിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതാണ് ബിയോൾഫ് എന്ന് പറയുന്ന ഒരു പോം. ഇനി കൊടുത്തിരിക്കുന്ന പേരുകളിൽ ഏതൊക്കെയാണ് പോംസ്, ഏതൊക്കെയാണ് പോയറ്റ്സ് എന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് മനസ്സിൽ വയ്ക്കണം. ഇത് ഏകദേശം AD 10,000
സോറി AD 1000-ലാണ് ഇത് ബിയോൾഫ് വരുന്നത്. അതായത് ആംഗ്ലോ സാക്സൺ പീരീഡ് ഏതാണ്ട് അവസാനിക്കുന്ന ഒരു സമയത്ത്. ഈ മാനുസ്ക്രിപ്റ്റ് കിട്ടുന്നത് പിന്നീടാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റഡീസിനായിട്ട് AD 18th സെഞ്ച്വറിയിലാണ് ഈ മാനുസ്ക്രിപ്റ്റ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ ബിയോൾഫിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് എ വാരിയർ നെയിംഡ് ബിയോൾഫ്. ഒരു കാര്യം ഓർക്കുക, ബിയോൾഫിൻ്റെ പശ്ചാത്തലം ഇറ്റ് ഈസ് നോട്ട് ഇംഗ്ലണ്ട്, യൂറോപ്പിലെ മറ്റ് ചില സ്ഥലങ്ങളാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഓടിയ ഒരു പോമാണ്. ഏതാണ്ട് 3000 ലൈൻസാണ് ബിയോൾഫിനുള്ളത്. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ദ ജർമാനിക് പീപ്പിൾ. അപ്പോൾ അതാണ് ഇത് ഇംഗ്ലണ്ടിൽ ഒറിജിനേറ്റ് ചെയ്തത്. പക്ഷേ ഈ ആംഗ്ലോ സാക്സൺസ് എന്ന് പറഞ്ഞാൽ ദേ വർ ജർമാനിക്സ്. അപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ കഥയാണ്. അപ്പം ബിയോൾഫ് ഹി വാസ് ആൻ അഡ്വഞ്ചറർ ആൻഡ് ഹി കംസ് ടു ദ ഹെൽപ്പ് ഓഫ് കിങ് ഹോർത്ത്ഗാറിനെ ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മോൺസ്റ്ററാണ് ഗ്രണ്ടൽ. അപ്പോൾ ബിയോൾഫ് വന്നു, ഈ ഗ്രണ്ടലിനെ കൊല്ലുന്നു, ഗ്രണ്ടലിൻ്റെ മദറിനെയും കൊല്ലുന്നു. ആൻഡ് ദെൻ ബിയോൾഫിൻ്റെ ജീവിതം തന്നെ അപകടത്തിലാകും. ബട്ട് ഹി ഡിസ്കവേഴ്സ് എ ഹ്യൂജ് സോഡ്, ഈ കിങ് ഓർ ദ സ്റ്റോറീസിൽ കാണുന്നത് പോലെ തന്നെ. ആൻഡ് ലേറ്റർ ബിയോൾഫ് ബിക്കംസ് കിങ് ഓഫ് ദ പ്ലേസ് ആൻഡ് ഫോർ അബൌട്ട് ഹാഫ് ദ സെഞ്ച്വറി ഹി റൂൾ ദ പ്ലേസ്. പിന്നീട് പല അഡ്വഞ്ചേഴ്സ്, അതിൽ ഏറ്റവും അവസാനത്തെ അഡ്വഞ്ചർ വാസ് ഫേറ്റൽ ഫോർ ഹിം ആൻഡ് ഹി ഡൈസ് പോയ്സൺഡ് ബൈ ദ ഫ്ലെയിംസ് കമ്മിങ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ഡ്രാഗൺ. ബിയോൾഫ് മരിക്കുന്നു. അദ്ദേഹം ഇത്രയും നാൾ ഈ ഇങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റ്സിൽ കൂടെ നേടിയ ട്രഷറെല്ലാം അത് ഈ ഡ്രാഗൺ ഗാർഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഹി ഓപ്പൺസ് ദാറ്റ് ടു ദ പീപ്പിൾ ദാറ്റ്. സോ ഇതാണ് ബിയോൾഫിൻ്റെ സ്റ്റോറി. അപ്പോൾ ഇതിനൊരു ഹീതൻ അല്ലെങ്കിൽ ഒരു പാഗൻ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഐ ഡോണ്ട് ലൈക്ക് ദ വേർഡ് പാഗൻ ആൻഡ് ഹീതൻ, ബട്ട് ഐ ഹാവ് ടു യൂസ് ദാറ്റ്. എന്നാൽ അതുപോലെ തന്നെ ഇതിനൊരു ക്രിസ്ത്യൻ ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്. അതായത് ഇത് ഒരു സോൾജിയർ ഈസ് കൺസിഡർഡ് ടു ബി ക്രൈസ്റ്റ് ഫൈറ്റിംഗ് അഗൻസ്റ്റ് സേറ്റൻ ഓർ ദ ആൻഡ് ഗ്രണ്ടൽ ഈസ് ദ ഫോഴ്സ് ഓഫ് ഈവിൾ. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ക്രിസ്ത്യൻ റീഡിങ്സ് ഇതിന് പോസിബിളാണ്. ആൻഡ് ബിയോൾഫ് റിഫ്ലെക്ട്സ് ദ സൊസൈറ്റി. ഇതിനകത്ത് അന്നത്തെ പ്രിമിറ്റീവ് സൊസൈറ്റി, അവരുടെ ഫൈറ്റിംഗ്, ഡ്രിങ്കിങ്, സിംഗിങ്, അതുപോലെ ദെയർ ഐഡിയൽസ് ഓഫ് ലോയൽറ്റി, ഫെയ്ത്ത്, കറേജ്, ഫ്രണ്ട്ഷിപ്പ്, ഗുഡ്നസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ സൊസൈറ്റിയുടെ ഒരു പോർട്രയലാണ് ബിയോൾഫിലുള്ളത്. കോംപ്റ്റൺ റിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് അക്കിലസ് ഈസ് ടു ദ ഗ്രീക്സ്, റോമുലസ് ടു ദ റോമൻ, ഷാർലമേൻ ടു ദ ഫ്രഞ്ച്, ബിയോൾഫ് ഈസ് ടു ദി ഇംഗ്ലീഷ്മാൻ. ഇംഗ്ലീഷുകാരുടെ ഒരു ഹീറോ ആണ് ബിയോൾഫ്. പിന്നീടുള്ള മറ്റൊരു പോമാണ് വിറ്റ്സ്. ഇതിൻ്റെയും പോയറ്റ് ഏതാണെന്ന് ബിയോൾഫിൻ്റെ കാര്യത്തിലെ പോലെ നമുക്ക് അറിയില്ല, അനോണിമസ് ആണ്. വിറ്റ്സ് എന്നുള്ള പോം നമ്മൾ പറഞ്ഞ ആ ഒരു മിൻസ്ട്രൽ കൾച്ചറിൽ നിന്ന് വരുന്നതാണ്. ഒരു മിൻസ്ട്രൽ, നേരത്തെ പറഞ്ഞു മിൻസ്ട്രൽ ഇങ്ങനെ ഏതിനും ഒരു നോബിൾ ഫാമിലിയുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. പക്ഷേ വിറ്റ്സ് എന്ന് പറയുന്ന മിൻസ്ട്രൽ അദ്ദേഹം ട്രാവലറാണ്. അദ്ദേഹം ഇങ്ങനെ പല മാനേഴ്സിൽ നോബിൾ ഫാമിലീസിൽ പോകും. അവിടുത്തെ ആൾക്കാരെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം നടത്തുന്ന ഒരു വർണ്ണനയാണ്. ദ കംപ്ലൈൻറ്റ് ഓഫ് ഡയോർ, ഇത് ആദ്യത്തെ ഓൾഡ് ഇംഗ്ലീഷ് ലിറിക്കാണ്. ലിറിക് എന്ന വാക്ക് നമുക്ക് പരിചിതമായിരിക്കും. ലയർ, LYRE എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്നത്. അത് ഉപയോഗിച്ച് പാടുന്ന പോയിംസിനാണ് ലിറിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിറിക്കിൻ്റെ പ്രത്യേകത വളരെ മ്യൂസിക്കലായിരിക്കും. അപ്പം ദ കംപ്ലൈൻറ്റ് ഓഫ് ഡയോർ ഒരു പോയം എന്നതിനപ്പുറമായിട്ട് ഇറ്റ്സ് എ ലിറിക്. അപ്പോൾ ഇവിടെയും ഒരു മിൻസ്ട്രലാണ് വിഷയം. അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റ്? എഗൻസ്റ്റ് അനദർ മിനിസ്ട്രൽ. ഇദ്ദേഹം ഒരു ലോർഡിൻ്റെ വളരെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷേ വേറെ ഒരാൾ വന്ന് ആ ലോർഡിനെ വളച്ച് ഇദ്ദേഹം ഔട്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കംപ്ലയിൻസ് ആണ്. പക്ഷേ അദ്ദേഹം ആ കംപ്ലയിൻറ്റിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഓക്കെ, ഇറ്റ്സ് ഓക്കെ ഫോർ മീ, ഐ വിൽ അക്സെപ്റ്റ് ദ പ്രസൻറ്റ് പൊസിഷൻ. അങ്ങനെ അത് എൻഡ്യോർ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇതിൽ പറയുന്നത്. ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സിൽ നമ്മൾ ഈ ഒരു ഫീലിംഗ് പിന്നീട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. മറ്റൊന്നാണ് ദ ചാംസ്. ചാംസ് എന്നുള്ള വാക്ക് തന്നെ മന്ത്രവാദം എന്നുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഒരു സാക്സൺ പെസൻറ്റ്, ഇന്നലെ നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി പഠിച്ചപ്പോൾ പെസൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഈ പെസൻറ്റിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ടു വാർഡ് ഓഫ് ദി ഈവിളായി, നമ്മൾ ഇപ്പോഴും കണ്ണ് കിട്ടുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ പെസൻറ്റ് കൃഷി ചെയ്യുമ്പോഴൊക്കെ
അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. അതിന് സിമിലറായിട്ടുള്ള ബിലീഫ്സ് അവർക്ക് കാണും. അപ്പോൾ അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ചില മന്ത്രോച്ചാരണങ്ങൾ, ചില പ്രാർത്ഥനകളോ അതൊക്കെ ആയിരിക്കും ദ ചാംസിനകത്ത് ഉൾപ്പെടും. സോ ഇത്രയും നമ്മൾ പോംസ് ആയിട്ട് കണക്കാക്കുന്നു. ബിയോഫ്, വിറ്റ്സ്, കംപ്ലീറ്റ് ഓഫ് ഡിയോ, ദ ചാംസ്. പിന്നീട് നമ്മൾ വരുന്നത് ദ നെയിംസ് ലൈക്ക് കാറ്റ്മൻ. നമ്മൾ അറിയുന്ന ഒരു പോയിറ്റിൻ്റെ പേരാണ്. ഹീ ഈസ് ദ ഫസ്റ്റ് നേറ്റീവ് മേക്കർ ഓഫ് ഇംഗ്ലീഷ് വേഴ്സ്. അതുപോലെ തന്നെ ഫസ്റ്റ് റിലീജിയസ് പോയം ഇൻ ഓൾഡ് ഇംഗ്ലീഷ്. കാറ്റ്മനെ കുറിച്ചൊരു ലെജൻഡ് ഉണ്ട്. ഈ കാലത്ത് മൊണാസ്ട്രീസൊക്കെ ഒത്തിരി ഡെവലപ്പ് ചെയ്തതാണല്ലോ. അപ്പോൾ ഹി ബിലോങ് ടു മൊനാസ്ട്രി നിയർ ദ സെൻറ്റ് ഹിൽഡ മൊനാസ്ട്രി നിയർ വിറ്റ്ബി. ആൻഡ് അദ്ദേഹം അവിടെ വലിയ കഴിവുകളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഓരോ മങ്സും അവർക്ക് ഓരോ കഴിവുകളുണ്ട്. ചിലർ പടം വരയ്ക്കും, ചിലർ കവിത എഴുതും. കാറ്റ്മൻ പാവം അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അവിടെ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ദൈവിക രൂപം പ്രത്യക്ഷപ്പെട്ടിട്ട് ആസ്ക്ഡ് ഹിം ടു സിംഗ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, ഓക്കെ നിന്നെ കൊണ്ടത് സാധിക്കും എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ കാറ്റ്മൻ ഉണർന്നപ്പോൾ ഹി റിയലൈസസ് ഹി ഈസ് ബ്ലെസ്ഡ് വിത്ത് എ ഗിഫ്റ്റ് ടു കമ്പോസ് പോയംസ്. അപ്പോൾ ഇതേവരെ മൊണാസ്ട്രിയിൽ നിന്ന് കേട്ട സെയിൻസിൻ്റെ കഥകളും ഒക്കെ ആയിട്ട് അദ്ദേഹം പാട്ട് പാടാനായിട്ട് തുടങ്ങുന്നു. ആൻഡ് ഹി വാസ് എൻകറേജ്ഡ് ബൈ ദ മങ്സ് ദർ. സോ അദ്ദേഹം പാട്ടുകളൊക്കെ എഴുതി. നമുക്കിന്ന് അതിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റ് മാത്രം, ദ ഹിം ഓഫ് ക്രിയേഷൻ, അത് മാത്രമാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്. പക്ഷേ കാറ്റ്മൻ വാസ് ആൻ ഇൻസ്പിറേഷൻ ടു അതേഴ്സ്. പിന്നീട് റിലീജിയസ് പോയട്രി ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്തത് കാറ്റ്മനിൽ നിന്നാണ്. മറ്റൊരു കവിയാണ് സെനവോൾഫ്. ഇദ്ദേഹം 8th സെഞ്ച്വറിയിലാണ് വരുന്നത്. സെനവോൾഫിൻ്റെ പ്രത്യേകത, അദ്ദേഹം കവിത എഴുതിയിട്ട് തൻ്റെ പേര് അടിയിൽ സൈൻ ചെയ്യുമായിരുന്നു. എലീൻ ഓർ ഡ്രീം ഓഫ് ദ റൂഡ്. നിങ്ങൾ നേരത്തെ നിങ്ങൾ കോൺസ്റ്റന്റൈനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 19 നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മദറാണ് ഹെലേന. ഹെലേന ഹാസ് എ ഡ്രീം ഓഫ് ദ ക്രോസ്. അതാണ് റൂഡ്. റൂഡ് എന്ന് പറഞ്ഞാൽ റോഡ് എന്നുള്ള വാക്കിൻ്റെ ഒരു പഴയ ഫോമാണ്. അപ്പം ആ ഒരു കഥയാണ് സെനവോൾഫ് തൻ്റെ പോയത്തിൽ എലീൻ ഓർ ഡ്രീം ഓഫ് ദ റൂഡ് എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത്. ഇത്രയും ആംഗ്ലോ സാക്സൺ പോയട്രിയെ കുറിച്ച്. നൗ വി കം ടു ആംഗ്ലോ സാക്സൺ ഓർ ഓൾഡ് ഇംഗ്ലീഷ് പ്രോസ്. 3 ഫേസസ് ആണ് ഇവിടെ. ഏജ് ഓഫ് വെനറബിൾ ബീഡ്, then the program of King Alfred, then the Benedictine revival. ആംഗ്ലോ-സാക്സൺ പ്രോസ് ഡെവലപ്പ് ചെയ്യുന്നത് മൊണാസ്ട്രീസിൽ നിന്നാണ്. മൊണാസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ ഒത്തിരി പല പോയിന്റിൽ പറഞ്ഞതാണ്. ഇതിലെ ആദ്യത്തെ ഈ മൊണാസ്ട്രീസിൽ അവർ വളരെയേറെ സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. ഹെപ്റ്റാർക്കി പഠിച്ചപ്പോൾ ഓരോ രാജ്യത്തിന് പ്രോമിനൻസ് കിട്ടുന്നത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ മൊണാസ്ട്രീസിൻ്റെ കാര്യത്തിൽ. ഓരോ സമയത്ത് ഓരോ സ്ഥലത്തെ മൊണാസ്ട്രീസ് ദേ റോസ് ഇൻ ടു പ്രോമിനൻസ്. ആൻഡ് പ്രധാനമായിട്ട് ദർ ഇസ് എ മങ്ക് സ്കോളർ നെയ്മഡ് ആൽഡാം. മൊണാസ്ട്രി ഓഫ് Malmesbury. He later became the Bishop of Sherborne. He was a poet. He wrote in Latin and Old English. ഈവൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പോലും, സെർമൺസ് പോലും അദ്ദേഹം വേഴ്സ് ഫോമിലാണ് എഴുതുന്നത്. ആൽഡമിൻ്റെ മരണത്തിന് ശേഷം ഇമ്പോർട്ടൻസ് കിട്ടിയത് നോർത്തംബ്രിയയിലെ മൊണാസ്ട്രീസിനാണ്. അതിൻ്റെ കാര്യം ഇതും നേരത്തെ നമ്മൾ പറഞ്ഞാണ്. അയർലൻഡിൽ നിന്നുള്ള മിഷണറീസ് പലരും വന്നു, നോർത്തംബ്രിയയിൽ അവർ സെറ്റിൽ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വെനറബിൾ ബീഡ്. വെനറബിൾ ബീഡിനെ കുറിച്ചും നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിയ എക്ലേസിയാസ്റ്റിക്ക ജെൻഡിസ് ആംഗ്ലോറം, ദ എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. എക്ലേസിയാസ്റ്റിക്ക എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ദ ചേർച്ച്. ഇത് എക്ലേസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നെങ്കിലും വളരെ റിലയബിൾ ആയിട്ടുള്ള, നേരത്തെ നമ്മൾ നിനസ് ആൻഡ് ഗിൽഡസിനെ കുറിച്ച് പറഞ്ഞ അതുപോലെയല്ല, വളരെ റിലയബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഏർലി പീരീഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഐൽസിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അവയർനെസ് തരുന്നതാണ് വെനറബിൾ ബീഡിൻ്റെ വർക്ക്സ്. ശരിക്കും ബീഡില്ലായിരുന്നെങ്കിൽ നമുക്ക് പഴയകാലം ഏർലി ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇൻ ദ ഡാർക്ക്. ഹി റോട്ട് ഇൻ ലാറ്റിൻ. ഇംഗ്ലീഷ് അദ്ദേഹത്തിന് താല്പര്യം കഴിഞ്ഞിട്ടല്ല, പക്ഷേ ഒരു മങ്ക് എന്ന നിലയ്ക്ക് ലാറ്റിൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലിറ്റററി ലാംഗ്വേജ്. അപ്പം ഇത് ആണ് ആദ്യത്തെ ഒരു ഫേസ്. പിന്നീട് കിങ് ആൽഫ്രഡിൻ്റെ കാലത്തേക്ക് വരുന്നു.
കിങ് ആൽഫ്രഡ് രാജാവാകാൻ ആഗ്രഹിച്ച ഒരാളല്ല. ഹി വാസ് എ സ്കോളർ. പക്ഷേ രാജാവായപ്പോൾ ഹി റോസ് ടു ദ സിറ്റുവേഷൻ. ലേണിംഗ് എൻകറേജ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പ്രത്യേകിച്ചും ഹി എസ്റ്റാബ്ലിഷ്ഡ് മൊണാസ്ട്രീസ്. അദ്ദേഹം ഉദ്ദേശിച്ച അത്രയും ഫലം അതിന് കണ്ടില്ല എങ്കിലും അദ്ദേഹം ഈ മൊണാസ്ട്രീസ് വെക്കുകയും അവിടെ ലേണിംഗ് എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ചും ഹി ഫൗണ്ടഡ് ദ മൊണാസ്ട്രി ഓഫ് അദൽനി. കാരണം അദ്ദേഹം മനസ്സിലാക്കിയത് ഈ പള്ളിയിലൊക്കെ ലാറ്റിൻ ഉപയോഗിക്കുന്ന ആൾക്കാർ, അച്ഛന്മാരുമൊക്കെ, അവർ ചുമ്മാ അറിയാതെ എന്തോ പറയുന്നതെന്നൊന്നും അവർക്കും വലിയ പിടിയൊന്നുമില്ല. അവരിങ്ങനെ കാണാതെ പിടിച്ച് പറയുന്ന പോലെയാണ്. സോ ഹി വാണ്ടഡ് ടു എൻകറേജ് ലേണിംഗ് എമംഗ് ദം. പിന്നെ ആൽഫ്രഡ് പേഴ്സണലി എടുത്തിയൊരു മെഷറാണ് ദ ട്രാൻസ്ലേഷൻ ഓഫ് മെനി വർക്ക്സ്. പ്രധാനമായിട്ടും ബീഡിൻ്റെ വർക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ പോപ്പ് ഗ്രിഗറി, ഒറോസിയസ്, ബെതേസ് ഇവരുടെയൊക്കെ വർക്ക് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദെൻ ഹി കമ്പൈൽഡ് ബുക്സ് ഓൺ തിയോളജി ആൻഡ് ജോഗ്രഫി. അതുപോലെ ലിറ്ററേച്ചറിനെയും ലാംഗ്വേജിനെ എൻകറേജ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പായിരുന്നു കിങ് ആൽഫ്രഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത പബ്ലിക് സ്കൂൾസ്. മറ്റൊരു പ്രധാന പോയിന്റാണ് ദി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. ഇത് കിങ് ആൽഫ്രഡ് തുടങ്ങിയതാണ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ക്രോണിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഡേ ടു ഡേ റെക്കോർഡ്, ഒരു ഹിസ്റ്ററിയുടെ ഡോക്യുമെൻ്റ് ആണ്. പക്ഷേ ഓരോ കാലത്തും അത് ആ കാലത്ത് തന്നെ എഴുതി പോവുകയാണ്. ഇംഗ്ലണ്ടിനെ കുറിച്ചുള്ള വലിയൊരു സോഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ദി ഓൺലി വെർണാക്കുലർ ഹിസ്റ്ററി ഓഫ് ദ പീരിയഡ്. ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. തന്നെയുമല്ല ഒരു സെക്യുലർ ഡോക്യുമെൻ്റ് എന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട്. അടുത്ത പോയിന്റാണ് ബെനഡിക്റ്റൈൻ റിവൈവൽ. ഇത് 10ാം നൂറ്റാണ്ടിൽ ആണ് സംഭവിക്കുന്നത്. സെൻറ്റ് ബെനഡിക്റ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വളരെ നേരത്തെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം മൊണാസ്റ്റിക് ഓർഡേഴ്സ് ഒത്തിരി എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സവിശേഷതയായിരുന്നു ഇവർക്കൊരു ഡിസിപ്ലിൻ, ദ വാവ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ വർക്ക് ആൻഡ് ലേബർ, ഓറൈറ്റ് ലെബോറ, ഈ പ്രിൻസിപ്പിൾസൊക്കെ ബെനഡിക്റ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മൊണാസ്ട്രീസ് ഡെവലപ്പ് ചെയ്തപ്പോൾ അവർ ഈ ബെനഡിക്റ്റൈൻ ലൈനിലുള്ള മൊണാസ്ട്രീസ് വളരെയേറെ കൊണ്ടുവന്നു. പ്രത്യേകിച്ചും കിങ് ആൽഫ്രഡിൻ്റെ ചെറുമകൻ എഡ്ഗർ ദ പീസ്ഫുൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ സെൻറ്റ് ഡൺസ്റ്റാൻ, ഇവരുടെ കാലത്ത് മൊണാസ്ട്രീസ് വളരെയേറെ ഡെവലപ്പ് ചെയ്തു. മൊണാസ്ട്രി റൈറ്റേഴ്സിൽ പ്രധാനപ്പെട്ട 2 പേരുകൾ. ഒന്ന് എൽഫ്രിക്. ഹീസ് എ മങ്ക് ഹു റോട്ട് സെർമൺസ് ഇൻ ആംഗ്ലോ സാക്സൺ. ഹോമിലീസ്, പള്ളിയിൽ കൊടുക്കേണ്ട പ്രസംഗങ്ങൾ, അത് ആൾക്കാർക്ക് വായിക്കുന്ന ഒരു രീതിയിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. പള്ളി വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല. അപ്പോഴേക്കും വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് റീഡിംഗ് ഒക്കെ ഉള്ളത് ആംഗ്ലോ സാക്സൺ കമ്മ്യൂണിറ്റിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി. കിങ് ആൽഫ്രഡ് ബുക്ക് ഫോമിൽ തന്നെ, അതായത് ഡോക്യുമെൻറ്റഡ് ഫോമിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരൻ ലാറ്റിനിലല്ല, ഇത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് വായിക്കാൻ പര്യാപ്തമായ ഒരു വിധത്തിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റൊരാളാണ് വൂൾഫ്സ്റ്റാൻ. ഹി ബ്രോട്ട് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ റൈറ്റിങ്സ്. സെക്യുലർ ലെവലിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഈ 1066 എന്ന് പറയുമ്പോഴത്തേക്ക് 11th സെഞ്ച്വറിയിലേക്ക് പോവുകയാണ്, നോർമൻ കോൺക്വസ്റ്റ്. അപ്പം നമ്മൾ ഒരു മില്ലേനിയം, ഒരു 1000 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ കവർ ചെയ്യുന്നു എന്ന് പറയാം. അതായത് പ്രീ ഇംഗ്ലീഷ് ആൻഡ് ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ്സ്. ഈ സമയത്ത് പൊളിറ്റിക്കൽ ഡിക്ലൈൻ, ഐബേറിയൻസ് ഡിക്ലൈൻ ചെയ്തു, കെൽസ് ഡിക്ലൈൻ ചെയ്തു, റോമൻസിന് ഡിക്ലൈൻ ഉണ്ടായി, ആംഗ്ലോ സാക്സൺസ് ഡിക്ലൈൻ ചെയ്തു, ഡെയിൻസ് വന്നു, അവർ പെട്ടെന്ന് തിരിച്ചു പോയി, അവസാനം നോർമൻസ് വന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഡിക്ലൈൻ ഒത്തിരി ഉണ്ട്. എന്നാൽ ദർ ഇസ് മച്ച് ഓഫ് കൾച്ചറൽ ഗ്രോത്ത്. ആർട്ടിസ്റ്റിക് റിവൈവൽ വളരെയേറെ ഉണ്ടായി. അതായത് ബുക്ക് പ്രൊഡക്ഷൻ, അത് ബുക്കുകൾ എഴുതുക മാത്രമല്ല, ഈ എഴുതുന്ന മാനുസ്ക്രിപ്റ്റ് ഇലസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നു, അതിൽ ചിത്രപ്പണികൾ നടത്തുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ മൊണാസ്ട്രീസിൽ ഇതിൻ്റെ ഒരു സെൻ്ററായിരുന്നു. ലിൻഡസ്ഫാൻ മൊണാസ്ട്രിയിലേക്ക് ഡെക്കറേറ്റഡ് മാനുസ്ക്രിപ്റ്റ്സ്, അതിൻ്റെ കവറിലൊക്കെ വളരെ നല്ല ആർട്ടിസ്റ്റിക് വർക്ക്സ്, ഒരു വർക്ക് ഓഫ് ആർട്ടാണ്. ആൻഡ് ബുക്കിനകത്ത് പടങ്ങൾ ടു ഇലൂമിനേറ്റ് വാട്ട് ഈസ് ബീയിങ് സെഡ്. എംബ്രോയ്ഡറി ഡെവലപ്പ് ചെയ്തു, ആർക്കിടെക്ചർ, മ്യൂസിക്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത ഒരു സമയമാണ്. ആൻഡ് ദർ ഇസ് ദ പൊളിറ്റിക്കൽ ഡിക്ലൈൻ. ലാംഗ്വേജിനെയും ലിറ്ററേച്ചറിനെയും അഫക്റ്റ് ചെയ്തതാണ് നോർമൻ കോൺക്വസ്റ്റ്. കാരണം നോർമൻസ് കോൺകർ ചെയ്തപ്പോൾ അവരുടെ ലാംഗ്വേജ് വേറെയാണ്, നോർമൻ ഫ്രഞ്ച് ആണ്. ഈ നോർമൻ ഫ്രഞ്ച് എന്ന് പറയുന്നത് ഫ്രാൻസിൽ ഡെവലപ്പ് ചെയ്തൊരു ലാംഗ്വേജ് ആണല്ലോ. അവരിവിടെ വന്നപ്പോൾ അവർ ഈ ലാംഗ്വേജ് ഇവിടെ കൊണ്ടുവന്നു. അത് ക്രമേണ ഇംഗ്ലീഷുമായിട്ട് മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോഴേക്ക് ഓൾഡ് ഇംഗ്ലീഷ്, നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ലാംഗ്വേജ് സ്ട്രക്ചറിന് മാറ്റങ്ങളുണ്ടായി. അവിടെയാണ് ഈ ഓൾഡ് ഇംഗ്ലീഷും മിഡിൽ ഇംഗ്ലീഷുമായിട്ടുള്ള വ്യത്യാസം വരുന്നത്.
ഞാൻ ബ്രീഫായിട്ടൊന്ന് പറയുന്നു. മിഡിൽ ഇംഗ്ലീഷ് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാചീനമായ ഇംഗ്ലീഷിൻ്റെ രൂപം. നോർമൻസ് വന്നപ്പോൾ അവർ ഈ ഓൾഡ് ഇംഗ്ലീഷിനെ ഒഫീഷ്യൽ സർക്കിൾസിൽ നിന്ന് മാറ്റി നോർമൻ ഫ്രഞ്ച് കൊണ്ടുവന്നു. എന്നാൽ ചേർച്ചിൻ്റെ ലാംഗ്വേജായിട്ട് ലാറ്റിൻ നിലനിന്നു. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് ഇല്ലാതെയായല്ലോ. പക്ഷേ ഈ ഓൾഡ് ഇംഗ്ലീഷ് സാധാരണക്കാർ ഉപയോഗിക്കാൻ നിന്നു. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇവിടെയെല്ലാം ഇംഗ്ലീഷ് കൊണ്ടുവന്നപ്പോഴും നമ്മൾ വർത്താനം പറയുന്ന നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വർത്താനം പറഞ്ഞ് മലയാളത്തിലാണ്. അപ്പോൾ സാധാരണക്കാർ അവരുടെ ഓൾഡ് ഇംഗ്ലീഷ് ഫോം യൂസ് ചെയ്തു. പക്ഷെ അന്നേരം അതിനൊരു ലിറ്റററി നേച്ചറൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് അതിൻ്റെ റൂൾസൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു. അവർക്ക് അവരുടേതായ സൗകര്യം പോലെ അവർ ആ ലാംഗ്വേജിനെ മാറ്റി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നോർമൻസും ഇവിടുത്തെ ലാംഗ്വേജ് കുറേ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇവിടുത്തെ ആൾക്കാരോട് ഇടപെടുമ്പോൾ അവർ ഇവിടുത്തെ ലാംഗ്വേജ് ഉപയോഗിക്കണം. അങ്ങനെ ഓൾഡ് ഇംഗ്ലീഷിന് കുറേ മാറ്റങ്ങളോടുകൂടെ കുറേ നോർമൻ വേർഡ്സ് അതിലേക്ക് വന്നു. ചേർച്ചിൻ്റെ ലാംഗ്വേജ് ലാറ്റിനാണ്, കുറേ ലാറ്റിൻ വേർഡ്സ് ഇതിലേക്ക് വന്നു. അങ്ങനെ ഒരു പുതിയൊരു ഇംഗ്ലീഷ് ഉണ്ടായി. അല്ലാതെ ഓൾഡ് ഇംഗ്ലീഷ് ഇല്ലാതെയായി നോർമൻസ് കൊണ്ടുവന്ന ലാംഗ്വേജ് അല്ല മിഡിൽ ഇംഗ്ലീഷ്. ഓൾഡ് ഇംഗ്ലീഷ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പോയി. നോർമൻസിൻ്റെ ഇൻഫ്ലുവൻസും ചേർച്ചിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് ഇംഗ്ലീഷിൽ കുറേ പുതിയ വേർഡ്സും മറ്റ് ചേഞ്ചസും വന്നു. അതിൽ നിന്ന് അൾട്ടിമേറ്റ്ലി പുതിയൊരു ഫോം ഓഫ് ഇംഗ്ലീഷ് ഉണ്ടായി. അതാണ് നിങ്ങൾ അടുത്ത് പഠിക്കുന്ന മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് ഇവിടെ ഈ ഡിക്ലൈൻ ചെയ്യുമ്പോഴും അത് നിലനിന്ന ചില രൂപങ്ങളുണ്ട്. ഒന്ന് ചേർച്ചിലാണ്. ഉദാഹരണത്തിന് ഈ പള്ളികളിൽ ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ബുക്ക് ഓഫ് കോമൺ പ്രയർ എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകം ഉണ്ടാകും. അപ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻ ഐഡിയ ഫ്രം ദ വേർഡ്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് കോമൺ പ്രയർ. സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ്. അപ്പം നാച്ചുറലി അത് ഒത്തിരി ഇംഗ്ലീഷ് ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ടാകും. അപ്പോൾ അതിനകത്തുള്ള ഒന്നാണ് മാരേജ് വൗസ്. വിവാഹ സമയത്ത് എടുക്കുന്ന പ്രതിജ്ഞകളുണ്ട്. അപ്പോൾ ഇത് സാധാരണ അതിലെ പ്രാർത്ഥനകളൊക്കെ ലാറ്റിനിലാണ്. പക്ഷേ ഈ മാരേജ് വൗസ് എന്തിനാണ് ഇംഗ്ലീഷിലാകുന്നത്? ഇംഗ്ലണ്ടിലെ കല്യാണം നടത്തുമ്പോൾ പെണ്ണും ചെറുക്കനും ഇംഗ്ലീഷുകാരാണ്, ആംഗ്ലോ സാക്സൺസ് ആണ്. അപ്പോൾ അവർക്ക് അവരെടുക്കുന്ന പ്രതിജ്ഞകൾ ലാറ്റിനിൽ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അവരെടുക്കുന്ന പ്രതിജ്ഞകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങൾ മാത്രം അവർ ഇംഗ്ലീഷിൽ മെയിൻറ്റെയിൻ ചെയ്തു. അതുപോലെ ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തു. അമ്യൂസിംഗ്ലി ഇന്നും ഇംഗ്ലണ്ടിൽ യൂസ് ചെയ്യുന്ന ബുക്ക് ഓഫ് കോമൺ പ്രയറിൽ ഈ ഓൾഡ് ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് ടു ഹാവ് ആൻഡ് ടു ഹോൾഡ്, ഫോർ ബെറ്റർ, ഫോർ വേഴ്സ്, ഫ്രം ഇൻ സിക്നസ് ആൻഡ് ഇൻ ഹെൽത്ത്. മലയാളത്തിലും ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഉണ്ട്. രോഗത്തിലും സുഖത്തിലും നന്മയിലും തിന്മയിലും ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഇന്ന് അത് പഴയ ഓൾഡ് ഇംഗ്ലീഷ് ഫോമിൽ നിന്ന് ഈ ഡബ്ലറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് രണ്ട് ഐഡിയാസ്, ടു ഹാവ് ആൻഡ് ടു ഹോൾഡ്, ഫോർ ബെറ്റർ ഓർ ഫോർ വേഴ്സ്, ഇൻ സിക്നസ് ആൻഡ് ഇൻ ഹെൽത്ത്, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്ന് ലാംഗ്വേജിൽ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ കോമൺ മാൻ ഉപയോഗിക്കുന്ന മറ്റ് ചില വാക്കുകൾ, ഡേയ്സ് ഓഫ് ദ വീക്ക്, അത് സാധാരണക്കാരൻ ഉപയോഗിക്കുന്നത്. എത്ര ലാറ്റിനും എത്ര നോർമൻ ഫ്രഞ്ച് വന്നാലും അത് സാധാരണക്കാർ ഉപയോഗിക്കുന്നതാണ്. തിങ്കൾ ചൊവ്വ ബുധൻ എന്നുള്ളത്. അപ്പോൾ അവിടെ ദ ഗോഡ്, ആംഗ്ലോ സാക്സൺ ഗോഡസ് വാർഡൻ, വെനസ്ഡേ, തോർ, തേഴ്സ്ഡേ. അപ്പോൾ ഈ വേർഡ്സൊക്കെ ലാംഗ്വേജിൽ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനുമുള്ള ചില പ്രത്യേകതകൾ, ചില റൈറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത്. I request a detailed reading of the textbook and preparation of notes along with. Thank you.